ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഇലെ ബാബുൽ ബിർരി വസ്സില എന്ന അധ്യായത്തിൽ നിന്നുള്ള ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഖാല, അദ്ദേഹം പറയുകയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, അയ്യു ദംബി അഅ്ളം, ഏറ്റവും കൊടിയ പാപം ഏതാണ്? ഏറ്റവും വലിയ പാപങ്ങൾ ഏതാകും? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദ വഹുവ ഖലഖ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പകരക്കാരനെ ഉണ്ടാക്കലാണ്. അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കെ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ പാപം എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. ഖുൽതു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും റസൂലിനോട് ചോദിക്കുകയാണ്, സുമ്മ അയ്യു, എന്നാൽ അതിന് ശേഷം പിന്നീട് ഏതാണ്? പ്രവാചകൻ പറഞ്ഞു, സുമ്മ അൻ യഖ്തുല വലദക ഖശ്യത അൻ യഅകുല മഅക, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിന്റെ മകനെ കൊല്ലുക എന്നുള്ളതാണ്. നിന്റെ കൂടെ ഭക്ഷണം കഴിക്കണമെന്ന കാര്യം ഓർത്തുകൊണ്ട് നീ അവനെ കൊല്ലുക എന്നുള്ളതാണ്, വധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുന്നു, സുമ്മ അയ്യു, അതിനുശേഷം പിന്നീട് ഏതാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ അൻ തുസാനിയ ഹലീലത ജാരിക, പിന്നീട് അതിനുശേഷം നിന്റെ അയൽവാസിയുമായി വ്യഭിചരിക്കലാണ് ഏറ്റവും വലിയ പാപം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയുണ്ടായി എന്നാണ്. ഈ ഒരു ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ എന്താണ് നന്മ, എന്താണ് തിന്മ എന്നെല്ലാം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു എന്നാണ്. ആ നന്മകൾ ചെയ്യാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുമായിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നത്. ആ ഒരു മനോഭാവം നമുക്കും ഉണ്ടാകണം. ഇവിടെ ഇദ്ദേഹം ചോദിച്ചിട്ടുള്ള ചോദ്യം ഏതാണ് ഏറ്റവും വലിയ പാപമെന്നാണ്. ഒന്നാമതായിക്കൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കൽ. അള്ളാഹുവാണ് ഈ ലോകത്ത് സർവ്വതും അവന് നൽകിയിരിക്കുന്നത്, അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവന് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നൽകി. എന്നിരിക്കെ അവൻ മറ്റുള്ള ആളുകൾക്ക് ആരാധനകൾ അർപ്പിക്കൽ, അവൻ മറ്റുള്ള ആളുകളെ ആരാധിക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ പാപം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷിദ്ധമാക്കുകയും നരകം നിർബന്ധമാക്കുകയും ചെയ്ത ഒരേ ഒരു പാപം അത് ശിർക്കാണ്. അത് ശിർക്കും കുഫ്റുമാണ്. ഈ ഒരു പാപത്തിനല്ലാതെ മറ്റൊരു പാപത്തിനും അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിട്ടില്ല. അതുകൊണ്ട് ആ പാപത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൻ്റെ മക്കളെ കൊല്ലുക, ദാരിദ്ര്യം നിമിത്തം അത് ഭയന്നുകൊണ്ട് മക്കളെ വധിക്കുക എന്നുള്ളതാണ്. കൊലപാതകം തന്നെ ഏറ്റവും വലിയ പാപമാണ്. ആ പാപം അത് സ്വന്തം മക്കളെ കൂടി വധിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുപ്പത്തിൽ ബന്ധം പുലർത്തേണ്ട, നിർബന്ധമായ ബന്ധം പുലർത്തേണ്ട ആളുകളാണ് മക്കൾ, അതുപോലെ പിതാക്കൾ, അതുപോലെ മാതാക്കൾ, സഹോദരിമാർ, സഹോദരങ്ങൾ. ഇവരുമായാണ് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തേണ്ടത്. ആ അടുത്ത ബന്ധമുള്ള ആളുകളെ വധിക്കുക എന്നുള്ളത് അതിന് ഗൗരവം കൂടും. ഏറ്റവും ഗൗരവത്തിൽ രണ്ട് പാപങ്ങളാണ് അവിടെ വരുന്നത്. ഒന്ന് ബന്ധം മുറിക്കലാണ്, മറ്റൊന്ന് കൊലപാതകമാണ്. അതുകൊണ്ടാണ് ഇത്രയും ഗൗരവത്തിൽ. കൊലപാതകം അത് വൻപാപത്തിൽപ്പെട്ടതാണ്. എന്നാൽ ആ വൻപാപത്തിൽ തന്നെ സ്വന്തം കുടുംബക്കാരെ കൊല്ലുക എന്നുള്ളത് അതിൻ്റെ ഗൗരവം കൂടും എന്നുള്ളതാണ് ഇവിടെ അറിയിക്കുന്നത്. മാത്രമല്ല, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വ്യഭിചരിക്കുക എന്നുള്ളത്, സ്വന്തം അയൽവാസിയോട് വ്യഭിചരിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ തനിക്കൊരു ആപത്ത് വന്നാൽ ഏറ്റവും ആദ്യമായി കൊണ്ട് കടന്നു വരേണ്ട ആളുകളാണ് അയൽവാസികൾ എന്ന് പറഞ്ഞാൽ. ആ അയൽവാസികളെ അവരാണ് ഏറ്റവും ആദ്യം എത്തേണ്ടത്.
മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള ആളുകളിൽ ഒരാളാണ് അയൽവാസികൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് നമ്മൾ നന്മകളാണ് ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നതായിട്ട് കാണാം, ഒരാൾ വിശ്വാസിയാവുകയില്ല ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ആ സമയത്ത് സഹാബാക്കൾ ചോദിച്ചു, റസൂലെ, ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ഒരാൾ അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കുന്നത്, അയൽവാസി ആരിൽ നിന്നാണോ അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതനായിട്ടില്ലാത്തത്, അയാളെ കുറിച്ചാണ്, അയാൾ വിശ്വാസിയായിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അത്രത്തോളം ബാധ്യതയുണ്ട്. അവരോട് അക്രമങ്ങൾ ചെയ്യാൻ പാടില്ല, അവരെ ഏറ്റവും നന്നായി കൊണ്ട് നമ്മൾ പരിചരിക്കണം. എന്നാൽ ആ ആളുകളുമായി വ്യഭിചാര ബന്ധം പുലർത്തുക എന്നുള്ളത് അത് ഗൗരവം കൂടും. വ്യഭിചാരം തന്നെ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ അതിൽ തന്നെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളുമായി കൊണ്ട് വ്യഭിചരിക്കുക എന്നുള്ളത് അത് തീർത്തും വളരെയധികം മോശമായ കാര്യമാണ് എന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, നിങ്ങളുടെ വ്യഭിചാരങ്ങളിൽ ആരെങ്കിലും വ്യഭിചരിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യഭിചാരങ്ങളിൽ ഏറ്റവും മോശമായത് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളുമായി വ്യഭിചരിക്കലാണ്. അതിന് ഉദാഹരണം പറഞ്ഞത് തൻ്റെ ഉമ്മയുമായി വ്യഭിചരിക്കുക എന്നാണ്. അഥവാ രണ്ടാനുമ്മയുമായി വ്യഭിചരിക്കുന്ന ആളുകളെ അവരെ വധിച്ചു കളയാനും അവരുടെ സ്വത്തുക്കൾ ഭരണകൂടത്തിലേക്ക് കണ്ടുകെട്ടാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് വിധിച്ചിരുന്നു എന്നാണ്. അത്രത്തോളം ഗൗരവമാണ് വ്യഭിചാരം തന്നെ. അത് ഗുരുതരമായ പാപമാണ്. അതിൽ ഏറ്റവും അടുത്ത ആളുകളുമായി വ്യഭിചരിക്കുക, ഏറ്റവും അടുത്ത ബന്ധം പുലർത്തേണ്ട ആളുകളുമായി വ്യഭിചരിക്കുക എന്നുള്ളത് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.